കില്ലാടികളെ നമ്മുടെ സംവിധായകൻ രഞ്ജിത്തിനെതിരെ നേരത്തെ ഒരു കേസ് വന്നിട്ടില്ലല്ലേ. അപ്പൊ നമ്മളത് ആദ്യം വിശ്വസിച്ചൊന്നും ഒരു നടി ആരോപണമായിട്ട് വന്നു, വിശ്വസിച്ചില്ലല്ലേ. എല്ലാവർക്കും ഇപ്പൊ ആരോപണങ്ങളൊക്കെ വരുന്നത് കാരണം നമ്മൾ അതിന്റെ പുറകെ പോവാണ്. എന്ന് വെച്ചാൽ സത്യമാണോ ഇനിയിപ്പോൾ നുണയാണോ ഇനി ഇവർ പറയുന്നത് സത്യമാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവരുടെ പുറകെ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരാൾക്കെതിരെ ആരോപണമായിട്ട് വന്ന് നമ്മൾ ആദ്യം അത് വിശദമായി അന്വേഷിക്കണമെങ്കിൽ എന്നിട്ട് നമ്മളത് സത്യമാണെന്ന് ഉറപ്പിക്കണം. അപ്പോൾ അതിനിടയ്ക്കാണെങ്കിൽ നമ്മുടെ സംവിധായകൻ രഞ്ജിത്തല്ലേ, സംവിധായകൻ രഞ്ജിത്ത് അദ്ദേഹം ആള് യുവതികളെ മാത്രമല്ല യുവാക്കളെ പീഡിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? ആള് ചില്ലറപ്പെട്ട ആളല്ലേ കിടട്ടില്ലേ, ആള് മഴവില്ലഴകിലാണ്. മനസ്സിലായില്ലേ? അപ്പൊ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞതിനെ ലൈംഗിക വൈകൃതത്തിന് ഇരയാക്കി ഒരു യുവാവാണ് ഇതിലൂടെ പരാതിയായിട്ട് വന്നിരിക്കുന്നത്. ഞാൻ മുമ്പൊരു വീഡിയോ ഇടയിലൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് വേഷമാണെങ്കിൽ നീ അഡ്ജസ്റ്റ് ചെയ്യണം വേണ്ടി ഞാൻ ആ വീഡിയോ റിയാക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ന്യൂസിൽ ഒരു യുവ നടൻ വന്നിട്ട് ആൾ ചുള്ളനാക്കിയാണ്. അപ്പോൾ ആൾക്ക് അവസരം വേണമെങ്കിൽ നീ അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ആൾ വിചാരിച്ച എന്താണ്, എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പോൾ പൈസ ആണെങ്കിൽ പൈസ, ഇല്ലെങ്കിൽ യുവതികളാണെങ്കിൽ യുവതി. അപ്പോൾ ആളോട് ഡയറക്ടറോട് പറയുന്നുണ്ട് എൻ്റെ അങ്ങനെ പൈസയോ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു കോണ്ടാക്ട് കണക്ഷനോ ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആള് പറയുന്നതല്ല, നീ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കേട്ടത്. മനസ്സിലായില്ലേ? അപ്പോഴാണ് ആൾക്ക് മനസ്സിലായത് അത് ഇനി ഈ സംവിധായകനാണെന്ന് അറിയില്ല, ഏതോ സംവിധായകൻ എന്ന് പറഞ്ഞത്. ആ സംവിധാനം കറക്റ്റ് പേര് പറഞ്ഞില്ല. പക്ഷെ ഇപ്പോഴാണ് ഇതിലിടല്ല മനസ്സിലായില്ലേ, രഞ്ജിത്തിനെതിരെ ആരോപണമായിട്ട് ഒരു യുവാവ് വന്നിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഇപ്പം നിനക്ക് ചാൻസ് കാണണമെങ്കിൽ നീ നൂടായിട്ട് നിൽക്കണം, എന്നിട്ട് നിന്റെ ഫോട്ടോ ഒക്കെ എടുക്കണം, നിന്റെ എല്ലാം കാണണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിൽ ട്വിസ്റ്റ് എന്താണെന്ന് ചോദിച്ചെങ്കിലിട്ടില്ല. ഇപ്പം ഞാൻ ഈ ന്യൂസ് ഞാൻ ഇന്നലെ രാവിലെ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ പനിയൊക്കെ ആയ കാരണം റിയാക്ട് ചെയ്തില്ല. ഇന്നലെ വൈകുന്നേരം ആകുമ്പോഴേക്കും ഈ ന്യൂഡ് ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തതാർക്ക്, നമ്മുടെ നടി രേവതിക്ക്. മനസ്സിലായില്ലേ? നമ്മുടെ 6-ാം തമ്പുരാനിലൊക്കെയുള്ള ലാലേന്റെ പടത്തിലുള്ള നമ്മുടെ രേവതി ചേച്ചി, പണ്ടത്തെ ആ രേവതി ചേച്ചിക്കാണ് ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തെന്ന് പറയുന്ന കടയിലിടല്ലേ. അതിന് എന്തിന്റെ കണക്കാണോ എന്തോ ഇനിയിപ്പോൾ ആ ചേച്ചി കൂടി കൊടുക്കാനുള്ള വഴിയാണോ എന്നറിയില്ല. അപ്പൊ നമുക്ക് ആ യുവാവ് വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ വീഡിയോ വെക്കാം. ബാവുട്ടിയുടെ നാമത്തിൽ സിനിമയുടെ ലൊക്കേഷൻ ഞാൻ രഞ്ജിത്തിനെ കാണുന്നത്. നിനക്ക് ബാംഗ്ലൂരിലേക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പോയപ്പം ഹോട്ടൽ താജ് ഉണ്ട് അവിടെ. ഏകദേശം ഒരു 9 o'clock 10 o'clock ആയിട്ടുണ്ടാവും ഹോട്ടലിൽ എത്താൻ വേണ്ടി പറയുകയും അവിടെ എത്തിയ സമയത്ത് പുള്ളി പറഞ്ഞു എനിക്ക് നിന്നെ ഒന്ന് നേക്കഡ് ആയിട്ട് കാണണം, നിന്റെ അപ്പം ഞാൻ ഐ എം എ ബോയ്, ഓഫ് കോഴ്സ് നമ്മൾ പുള്ളിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇതൊന്നും അല്ലല്ലോ സാർ. ഞാൻ ആവശ്യപ്പെട്ടത് എനിക്ക് സിനിമയിലൊരു അവസരമാണ് സാർ. പറഞ്ഞു എനിക്ക് നിന്നെ കാണണം, എനിക്ക് മിററിൽ നിന്റെ മിററിൽ എങ്ങനെയാണ് നിന്റെ ഫേസ് ഒന്ന് കാണണം, അതുപോലെ നിന്റെ ശരീരത്തിൻ്റെ ഇത് കാണണം, സ്ട്രെച്ച് കാണണം എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി എന്നോട് ഡ്രസ്സ് കഴിക്കാൻ പറഞ്ഞത്. വേറെ എൻ്റെ കണ്ണിൽ കുറച്ച് കൺമഷി എഴുതാൻ പറഞ്ഞു. അങ്ങനെ എഴുതിയിട്ട് എന്നോട് പുള്ളി സ്ക്രീനിൽ കാണുന്ന പോലെ എന്നോട് കണ്ണാടിയിൽ നോക്കിയിട്ട് പറഞ്ഞു വളരെ ഭംഗിയുള്ള കണ്ണാണ്. അങ്ങനെ പുള്ളി കുറേ ബട്ടറിങ് എന്നെ പ്രൈസ് ചെയ്യുന്ന പോലെ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അദ്ദേഹം എന്നോട് ചെയ്ത കാര്യങ്ങളൊന്നും എനിക്ക് ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ലീഗലി ഞാൻ പറയുമ്പോൾ അതിൽ എല്ലാ കാര്യങ്ങളും ഞാൻ റിപ്പോർട്ട് ചെയ്യും. അപ്പൊ അതാണ് ഇല്ലാതെ മനസ്സിലായില്ലേ? എടാ ശ്രീധര, നിങ്ങൾ ആ സിനിമ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നമ്മുടെ വെന്ത് തനിത്തത് കാടുന്ന കൊണ്ടൊരു പാട്ടമുണ്ട്, നമ്മുടെ ചിലമ്പറസൻ ചിമ്പു, യുവനടൻ ചിമ്പുവിന്റെ. അപ്പൊ അതിൽ വന്നിട്ട് നമ്മുടെ അതിലും സിദ്ദിഖിക്കായിട്ടില്ല, സിദ്ദിഖൊക്കെയാണ് പറയുന്നത് ശ്രീധര. അതിൽ നമ്മുടെ ഓപ്പോസിറ്റ് ഒക്കെ നീരജ് മാധവാണ്. അപ്പൊ ആളെ യൂസ് ചെയ്യുന്ന പോലെ ഈ നടൻ രഞ്ജിത്ത് നിന്നെനിക്കുന്ന ഈ ഒരു ഫുള്ളായി ഒന്ന് കാണണം. മനസ്സിലായില്ലേ? നീ മിററിൽ നീ എങ്ങനെ നിൽക്കണോ അതുപോലെ എനിക്ക് കാണണം, എന്നിട്ട് നീ കൺമശയൊക്കെ എഴുതുക, എന്നിട്ട് നീ സെറ്റ് ആവുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇല്ലാതെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ യുവനടന്മാർക്കും ഇക്കാലത്ത് നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കും ഇല്ലാടല്ലേ, എന്ന് വെച്ചാൽ പീഡനം. മനസ്സിലായില്ലേ? യുവനടന്മാരും സിനിമയിലേക്ക് വരണമെങ്കിൽ ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നടത്തണം എന്നാണ് പറയണത്. അപ്പോൾ ഇതുപോലുള്ള ആൾക്കാർ മനസ്സിലായില്ലേ, എന്താ വെച്ചാൽ യുവനടിമാരോട് മാത്രമല്ല യുവനടന്മാരോടും താല്പര്യമുള്ള കുറേ സംവിധായകന്മാരും ഉണ്ട് ഇല്ലാടല്ലേ. മനസ്സിലാക്കുക നിങ്ങൾ. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളായി സിനിമയ്ക്കൊക്കെ പോവുകയാണെങ്കിൽ അങ്ങനെ ആവുമെന്ന് എനിക്ക് അറിയില്ല ഇല്ലാടല്ലേ. അപ്പോൾ ഇതാണ് സിദ്ദിഖല്ല സംവിധായകൻ രഞ്ജിത്തിനെതിരെ ആരോപണമായിട്ട് വന്നിരിക്കേണ്ടിയുള്ള ഒരു യുവനടൻ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൾ പറയുന്നുണ്ട്, എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നെ കുറേ അങ്ങനെ ചെയ്തു, അതൊന്നും എനിക്കിവിടെ റിവീൽ ചെയ്യാൻ പറ്റില്ല, ഇപ്പോൾ ലീഗലി പോവുകയാണെങ്കിൽ ഞാൻ റിവീൽ ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് പ്രശ്നങ്ങൾ. മനസ്സിലായില്ലേ? ഇനിയും കുറേ ആരോപണം, ഇനിയും കുറേ തെളിവുകൾ കാര്യങ്ങളൊക്കെ വരാനുണ്ട്, കുറേ ആൾക്കാർ പുറത്ത് പറയാനുണ്ട്. അപ്പോൾ നമുക്കത് നോക്കാം ഇല്ലാട്ടല്ലേ. ഇപ്പോൾ അത്രേ ഉള്ളൂ.